നെക്സ്റ്റ് ഒരു പ്ലേ ആണ് ദ ഹോം കമ്മിങ് ബൈ ഹെറോൾഡ് പിന്റർ. സോ ഹെറോൾഡ് പിന്റർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഡ്രാമാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് അബ്സേർഡ് പ്ലേസ് അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമ. തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. തിയേറ്റർ ഓഫ് ദി അബ്സേർഡിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയിലെ ഡ്രാമാസ് ആണ് ഇയാൾ എഴുതിയിട്ടുള്ള പല ഡ്രാമാസും, ഹെറോൾഡ് പിന്ററിന്റെ പല ഡ്രാമാസും. സോ അദ്ദേഹത്തിന്റെ കോമഡി ഓഫ് ഡ്രാമാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈൻഡ് ഓഫ് ഡ്രാമാസിനെ നമ്മൾ വേറൊരു പേരിട്ടും വിളിക്കും, കോമഡി ഓഫ് മെനേസ് എന്ന്, MENACE. അദ്ദേഹത്തിന്റെ ഡ്രാമാസിന്റെ അല്ലെങ്കിൽ പ്ലേസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ റൂമിലായിരിക്കും കുറെ ക്യാരക്ടേഴ്സും കാണും. ഒരു സിംഗിൾ റൂമിൽ വെച്ച് കാര്യങ്ങളെല്ലാം നടക്കും, ഡ്രാമ ഹാപ്പൻ ചെയ്യും. ആൻഡ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു 5 to 6 ക്യാരക്ടേഴ്സ് എങ്കിലും കാണും. ആൻഡ് അവർ ആ റൂം വിട്ടു പോകത്തില്ല, അവർ ജസ്റ്റ് ആ റൂമിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഈ ഒരു പ്ലേ എങ്ങനെയാണ് തിയേറ്റർ ഓഫ് അബ്സേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹെറോൾഡ് പിന്ററിന്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്ന കൊള്ളാം 2005. പിന്നെ ഡയലോഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്നതാണ്. ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഡയലോഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് വളരെയധികം റിയലിസ്റ്റിക് ആണ്. പിന്നെ 2 ടേംസ് ഉണ്ട് ഇയാളുടെ ഡ്രാമാസുമായിട്ട് ബന്ധപ്പെട്ട്. ഹെറോൾഡ് പിന്റർ എന്നായതുകൊണ്ട് പിന്ററസ്ക് എന്നും പറഞ്ഞൊരു ടേം ഉണ്ട്. അതുപോലെ തന്നെ പിന്റർ സൈലൻസ് എന്നും പറഞ്ഞ ഒരു ടേമും കൂടിയുണ്ട്. അതെന്താണെന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇദ്ദേഹത്തിന്റെ തീംസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇറോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെക്ഷൽ ജലസി, സെക്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഫാമിലി ട്രബിൾസ് അല്ലെങ്കിൽ ഫാമിലി കോൺഫ്ലിക്റ്റുകൾ, മെന്റൽ ഡിസ്റ്റർബൻസ്, ഇതെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ പ്ലേസിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്താണെന്ന് നോക്കാം. തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത് ഒരു 1950s അല്ലെങ്കിൽ 1960s, അതായത് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, അതിനുശേഷം വന്നൊരു ടേമാണ്, പോപ്പുലറൈസ് ആയിട്ടുള്ള വന്ന ഒരു ടേമാണ് അബ്സേർഡ് തിയേറ്റർ അല്ലെങ്കിൽ അബ്സേർഡിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു അബ്സേർഡിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോ എന്താ പറയുക, ഒരു റാഷണൽ ബേസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പോയിന്റ്ലെസ് ആണ്, ഇറ്റ് ഇസ് യൂസ്ലെസ് ആണ് എന്നിങ്ങനെ പറയുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ അബ്സേർഡിസം എന്ന് പറയുന്നത്. ഈ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽബർട്ട് ക്യാമു ആണ്, CAMUS. അദ്ദേഹത്തിന്റെ എസ്സേ ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ആയിട്ടുള്ള ദ മിത്ത് ഓഫ് സിസിഫസ് ഇൻ 1942 SISYPHUS, ദ മിത്ത് ഓഫ് സിസിഫസ് ഇൻ 1942. ഈ ഒരു വർക്കിലാണ് അബ്സേർഡ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവരുന്നത്. ആരാണ്? ആൽബർട്ട് ക്യാമു. പിന്നീട് പല പ്ലേ റൈറ്റ്സും ഈ ഒരു തീം വെച്ചിട്ട് പ്ലേസ് എഴുതാൻ തുടങ്ങി. അതിലൊരാളാണ് നമ്മുടെ ഹെറോൾഡ് പിന്റർ. പിന്നെ ഹെറോൾഡ് പിന്ററിന്റെ ഡ്രാമാസിനെ കോമഡി ഓഫ് മെനേസ് എന്നും പറയും. ഓക്കെ, ഇപ്പൊ ഈ ഒരു അബ്സേർഡിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, ഹ്യൂമൻ ലൈഫിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് ഒരു മീനിങ്ങും ഇല്ല. അതാണ് അബ്സേർഡിസം എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ അങ്ങനെയുള്ള കുറച്ച് ഡ്രാമാസ് ഉണ്ടാക്കി. കാരണം എന്തുകൊണ്ടാണ്? ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, വോറിന്റെ ആ ഒരു ഹൊറേഴ്സ് ഒക്കെ കണ്ടതിന് ശേഷം ഹ്യൂമൻ ബീങ്സ് എല്ലാം വളരെയധികം എന്തായി മാറി? ലൈഫിനോട് വലിയ താല്പര്യമില്ലാതായി മാറി. സോ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ കോൺഫ്ലിക്റ്റ്, വോർ തീംസ്, വോർ, സെക്ഷുവാലിറ്റി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, പിന്നെ മാൻ വിമൻ കോൺഫ്ലിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായി നമ്മുടെ റൈറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. അതിലൊരെണ്ണമാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത്. അതായത് വളരെയധികം തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുമ്പം എക്സാമ്പിൾ വേണമെങ്കിൽ പറയാൻ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, GODOT, വെയിറ്റിംഗ് ഫോർ ഗോദോ ആണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാമുവൽ ബെക്കറ്റ്, BECKETT, അയാളുടെ വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ്. 2 ക്യാരക്ടേഴ്സ് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊരു ഗോദോ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചുമ്മാ ഇങ്ങനെ ഡയലോഗ്സ്, നമുക്കത് പ്ലേ വായിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ് എല്ലാം വളരെ വൺ വേർഡ് ഡയലോഗ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ഡയലോഗ്സ് ആണ്. ചിലപ്പോൾ ഡയലോഗ് കാണത്തില്ല, ചിലപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഡയലോഗ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരും. നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും ക്യാരക്ടേഴ്സിന്റെ. പ്ലോട്ട് അന്ന് ലോജിക്കലായിട്ട് കാണത്തില്ല. ഇതൊക്കെയാണ് അബ്സേർഡ് ഡ്രാമയുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്സേർഡ് തിയേറ്ററിന്റെ അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഒരു
ഇംഗ്ലണ്ടിലെ ഒരു ഫാമിലിയെ കുറിച്ച് പറയുവാണ്. അതായത് വേൾഡ് വാർ 2 ശേഷമുള്ള ഇംഗ്ലണ്ടിലെ ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒരു ജനറലൈസ് ചെയ്ത് പറയുവാണ് ഹെറോൾഡ് പിന്റർ. അപ്പോൾ 20th സെഞ്ചുറി അല്ലെങ്കിൽ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ഹ്യൂമൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് വാസ് ഇൻ കംപ്ലീറ്റ് ഡെസ്പെയർ ആയിരുന്നു. അതായത് വാറിന്റെ ആഫ്റ്റർ ഇഫക്റ്റിന് ശേഷം ആളുകളെല്ലാം വളരെയധികം മടുപ്പ് ഉള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ഫാമിലീസ് നല്ല പോലെ സഫർ ചെയ്തുകൊണ്ടിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇമോഷണൽ വൈസ് ആണെങ്കിലും സോഷ്യലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഫാമിലീസ് സഫർ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ആളുകൾക്ക് പെയിന്, പിന്നെ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല, ഐഡന്റിറ്റി ക്രൈസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഒരുപാട് ഫാമിലീസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ലണ്ടനിൽ മാത്രമല്ല ഹോൾ വേൾഡിലും ഇതുപോലെയുള്ള സഫറിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ ദി സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, ഈ ഒരു കെയോസ് അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷനെയാണ്, ഈ ഒരു കോൺഫ്ലിക്റ്റിനെയാണ്, അതായത് ഒരു പോസ്റ്റ് വാർ ലണ്ടൻ ഫാമിലി, വാറിന് ശേഷമുള്ള ഒരു ലണ്ടൻ ഫാമിലിയെയാണ് ഈ ഒരു പ്ലേക്കകത്ത് പ്രസന്റ് ചെയ്യുന്നത്. ആര്? ഹെറോൾഡ് പിന്റർ. ഓക്കെ, അതായത് ഈ ഒരു വാറിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഈ ഒരു പ്ലേക്കകത്ത് ആര് പറയുന്നത്? നമ്മുടെ ഹെറോൾഡ് പിന്റർ പറയുന്നത്. സോ ഇതൊരു ഡാർക്ക് ഡ്രാമയാണ്. ഓക്കെ, പിന്നെ ദെൻ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തീംസ് ആയിട്ട് വരുന്നുണ്ട്. ഹെറോൾഡ് പിന്റർ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹോം കമ്മിങ് എന്നുള്ളത് 2 ആക്ട് പ്ലേ ആണ്, 2 ആക്റ്റേ ഉള്ളൂ. 1964 എഴുതിയത് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1965. ഓക്കെ, ദെൻ ആദ്യമേ ഞാൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം, എന്നിട്ട് മതി നമുക്ക് പ്ലേയിലോട്ട് പോകുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറേശ്ശെ ആയിട്ടായിരിക്കും ഈ ഒരു ഓഡിയോസ് ഇടുന്നത് ഹോം കമ്മിങ്ങിന്റെ. സോ ഫസ്റ്റ് ഹോം കമ്മിങ്ങിന്റെ ക്യാരക്ടർ ലിസ്റ്റാണ്. മാക്സ് എന്നുള്ള ആളാണ് ഫസ്റ്റ് ക്യാരക്ടർ. മാക്സ്, MAX. അയാൾ ഒരു 70 വയസ്സുള്ള ഒരു വയസ്സായ മനുഷ്യനാണ് അയാളുടെ ഫാമിലിയിലെ. മാക്സ് എന്ന് പറയുന്ന ആൾക്ക് 3 മക്കളാണുള്ളത്, ടെഡി, ലെനി ആൻഡ് ജോയ്. അയാളുടെ വൈഫായിട്ടുള്ള ജെസ്സി നേരത്തെ മരിച്ചു പോയിരുന്നു. അയാളുടെ ബ്രദറാണ് സാം എന്ന് പറയുന്നത് മാക്സിന്റെ. ഓക്കെ, സോ ഇയാളൊരു ബുച്ചറാണ്, ഇറച്ചി വെട്ടുകാരനാണ്. അയാൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, മാക് ഗ്രിഗർ എന്നാണ് പേര്. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇയാളുടെ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഹോഴ്സിന്, അതായത് കുതിരകളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നല്ല കുതിരയാണോ ചീത്ത കുതിരയാണോ എന്ന്. ഓക്കെ, ഇയാൾ ഈ ഹോഴ്സ് ട്രാക്ക് ഗെയിമിന് അല്ലെങ്കിൽ ഹോഴ്സിന്റെ ഗെയിം ഉണ്ടല്ലോ, ഈ കുതിരയെ ഓട്ടിച്ച് പന്തയം ഉണ്ടല്ലോ, ബെറ്റൊക്കെ വെക്കത്തില്ലേ, കുതിരകളെ ഓട്ടിച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തത്തില്ലേ. സോ ഹോഴ്സ് ട്രാക്ക് ഇയാൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഒരു ഫേവറേറ്റ് ഗെയിമാണ് ഇയാളുടെ. ഇയാൾ തന്നെയാണ് ഇയാളുടെ ഫാമിലിയെ ഫീഡ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് പൈസയൊന്നും ഇയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇയാളുടെ മരിച്ചുപോയ വൈഫ് ജെസ്സിയെ കുറിച്ച് എപ്പോഴും അയാൾ നല്ല രീതിയിലും സംസാരിക്കും, എന്നാൽ ബാഡ് ആയിട്ടുള്ള രീതിയിലും സംസാരിക്കും. ചിലപ്പോൾ ബിച്ചെന്നും വിളിക്കും, ചിലപ്പോൾ വൈഫിനെ അല്ലാതെ എന്താ പറയുക, അയാളുടെ വൈഫിന് ഒരു ഹാർട്ട് ഓഫ് ഗോൾഡ് ആണുള്ളത് അല്ലെങ്കിൽ മൈൻഡ് ഗോൾഡ്, അതായത് വളരെ തങ്കപ്പെട്ട മനസ്സാണ് എന്ന് പറയുകയും ചെയ്യും. അയൺ വില്ലുള്ളൊരു സ്ത്രീയാണ്, വളരെ ഉറച്ച മനസ്സുള്ളൊരു സ്ത്രീയാണെന്നൊക്കെ പറയുകയും ചെയ്യും. ആൻഡ് നൗ ബിക്കോസ് ഹി ഈസ് ഓൾഡ്, അതുകൊണ്ട് ഇയാളുടെ അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി ഇയാൾക്കില്ല. ഇയാളുടെ ആണത്തത്തിനെയൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള തീംസ് ഇതിനകത്ത് ഒരുപാട് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ വളരെ സ്നേഹമൊന്നും ഒട്ടും ഇല്ലാത്ത, മക്കളുടെ അടുത്ത് അധികം സ്നേഹമൊന്നും കാണിക്കാത്ത ഒരു ഇംപാഷനേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പാഷനേറ്റോ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെനി, മാക്സിന്റെ മകനാണ് ലെനി. ലെനി എന്ന് പറയുന്നത് 35 ആ ഒരു റേഞ്ചിൽ വരും ലെനി. ആൻഡ് മാക്സിന്റെ മിഡിൽ സണ്ണാണ്, 2ാമത്തെ പുത്രനാണ് ലെനി. ആൻഡ് അയാളൊരു പിമ്പാണ്. അയാൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ആർക്ക്? ലെനിക്ക്. ഓക്കെ, ആൻഡ് ലെനി വളരെ ഇന്റലിജന്റ് ആണ്, പക്ഷെ എന്നാൽ വളരെയധികം വയലന്റും കൂടിയാണ്. ഓക്കെ, ഈ ലെനിയും മാക്സും ഏകദേശം ഒരുപോലെയാണ്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. ആൻഡ് ഓൾസോ ലെനിക്ക് മാക്സിന്റെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ കൺട്രോൾ വേണം എന്നിങ്ങനെ ഒരു തോന്നലുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ സാം. സാം എന്ന് പറയുന്നത് ഒരു മാക്സിന്റെ ബ്രദറാണ് സാം. 63 ഇയർ ഓൾഡ് ആണ്. അയാളൊരു ഡ്രൈവറാണ്. ഓക്കെ, ആൻഡ് നല്ലൊരു ഡ്രൈവറാണ്. പക്ഷെ ഇയാളൊരു ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു ഫെമിനിഷാണ്, ഒരു ഫെമിനൈൻ ആണ് എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു സ്ത്രീകളുടെ കണക്കൊരു വല്ലാത്തൊരു ഇതാണ് ഇയാൾക്ക്. ആൻഡ് ഇയാളുടെ മാക്സിനാണെങ്കിൽ സാമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇതുകൊണ്ട് മാത്രം. ഓക്കെ, സാം ആണെങ്കിൽ സാമിന് മാക്സിന്റെ ഫാമിലിയെ കുറിച്ചുള്ള പല സീക്രറ്റുകളും അറിയാം. ഒരു സീക്രറ്റ് എന്താണെന്ന് വെച്ചാൽ മാക്സിന്റെ വൈഫായിട്ടുള്ള ജെസ്സിയും മാക്സിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മാക് ഗ്രിഗറും കൂടി
സാമിന്റെ കാറിൽ വെച്ച് സെക്ഷൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദേ എൻഗേജ്ഡ് ഇൻ സെക്സ്. ആ കാര്യമൊക്കെ സാമിന് മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് സാം മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാൻ കുറച്ചും കൂടി ഒരു റിലയബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഇതിനകത്ത്. സാമിനെ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നോർമലായിട്ട് നമുക്ക് കാണാൻ പറ്റൂ, നോർമൽ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇയാൾ വളരെ മോറൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. മോറൽ, അതായത് ഒരു നല്ലൊരു ക്യാരക്ടറാണ് ഇയാൾക്കുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജോയ് എന്ന് പറയുന്നത് വളരെ യങ്ങസ്റ്റ് സൺ ഓഫ് മാക്സ് ആണ്. പിന്നെ അയാൾ എന്ന് പറയുന്ന ഒരു ബോക്സർ ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അൺഇന്റലിജന്റ് ആണ് കേട്ടോ, ഒരു ചൈൽഡിഷ് ആണ് ഇയാൾ. ദെൻ അനദർ ക്യാരക്ടർ, നാലാമത്തെ മകനാണ്, അതായത് നാലാമത്തെ അല്ല, ടെഡിയാണ് എൽഡസ്റ്റ് സൺ, മൂത്ത മകനാണ് ടെഡി. റൂത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഹസ്ബൻഡാണ് ടെഡി. അയാൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. 3 മക്കളുണ്ട് ടെഡിക്ക്. 6 വർഷം മുന്നേ ഇയാള് ഫാമിലി വിട്ടിട്ട് അമേരിക്കയിൽ പോയി കല്യാണം കഴിച്ചു റൂത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ. അവരുമായിട്ട് അവിടെ ജീവിക്കുകയാണ്. 3 മക്കളും ഉണ്ട്. അയാളൊരു പ്രൊഫസറാണ്, ഫിലോസഫി പ്രൊഫസറാണ് അവിടുത്തെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, ആൻഡ് ഇയാളും ടെഡി ഇങ്ങനെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. പക്ഷെ എന്നാൽ ഫാമിലിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയിലെ അല്ല ബ്രദേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് കേട്ടോ. പിന്നെ ജെസ്സിയുടെ, അതായത് ഇയാളുടെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് സൺ എന്ന് പറയുന്നത് ടെഡി തന്നെയാണ്. ടെഡി ഒരു ഇച്ചിരി ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കലാണ്. പിന്നെ ഒരു ഇമോഷൻലെസ് ആണ്. ഓക്കെ, അതായത് വൈഫിന്റെ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. അങ്ങനെ ഒരു ഇച്ചിരി ഒരു മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ആൻഡ് പിന്നെന്താണ്, അമേരിക്കയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ടെഡി. അവിടെ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് അമേരിക്കൻ ആ ഒരു ക്ലെൻലിനെസ്സും അമേരിക്കൻ യൂണിവേഴ്സിറ്റി ലൈഫൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് ടെഡി എന്ന് പറയുന്നത്. റൂത്ത് എന്ന് പറയുന്നത് 30 വയസ്സുള്ള ടെഡിയുടെ വൈഫാണ്. ആൻഡ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വുമണാണ് ഇവർക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവർ ഒരു മോഡലാണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്. ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ് റൂത്ത് എന്ന് പറയുന്നത്. റൂത്തിന്റെ എൻട്രിയോട് കൂടിയാണ് നമ്മുടെ ടെഡിയുടെ ഫാമിലി, അതായത് മാക്സിന്റെ മക്കളെയൊക്കെ റൂത്ത് വേറൊരു രീതിയിലോട്ട് ആ ഒരു കഥയെ തന്നെ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, റൂത്തിന്റെ ഒരു ക്യാരക്ടർ കോംപ്ലക്സ് ആണ്. നമുക്കൊരു വിക്റ്റിമായിട്ടും തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ഒരു റൂത്തിനെ ഒരു വില്ലത്തിയായിട്ട്, ഒരു മാനിപ്പുലേറ്റർ ആയിട്ട് നമുക്ക് തോന്നാം റൂത്തിനെ. പിന്നെ മാക്ഗ്രിഗർ എന്ന് പറയുന്ന മാക്സിന്റെ പഴയ ഒരു ഫ്രണ്ടാണ്. അയാൾ മരിച്ചുപോയി. മാക്ഗ്രിഗർ എന്ന് പറയുന്നത് വളരെ മസ്കുലൈൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അയാൾ ജെസ്സിയുമായിട്ടും മാക്സിന്റെ വൈഫുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ജെസ്സി എന്ന് പറയുന്നത് മാക്സിന്റെ വൈഫാണ്. ആൻഡ് ഈ പിള്ളേരുടെ എല്ലാം അമ്മയാണ്. ഓക്കെ, അവര് പ്ലേ തുടങ്ങുമ്പോഴേ മരിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ആൻഡ് അവരാണ് ഈ ഒരു പ്ലേയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വുമൺ ക്യാരക്ടർ നമുക്ക് പറയാം. റൂത്ത് കഴിഞ്ഞിട്ട് ഒരു മെറ്റേണൽ ഫിഗറാണ് അവർക്ക്. അതായത് ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഇല്ലാതിരുന്നാൽ ആ ഫാമിലി എങ്ങനെയൊക്കെ നശിച്ചു പോകാം എന്നുള്ളതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത്. ജെസ്സിയുടെ മരണശേഷമാണ് ഈ ഹസ്ബൻഡും ഈ മക്കളും തമ്മിൽ വഴക്കായി തുടങ്ങിയത്. ഓക്കെ, സോ ഒരു അൺറൂളി അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളൊരു ഹൗസ് ഹോൾഡായിട്ട് മാറി. ഓക്കെ, അപ്പം ഇത്രയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓഡിയോയ്ക്കകത്ത് ഞാൻ സ്റ്റോറി പറയാം.